പറഞ്ഞിട്ടെന്താ കാര്യം? അൽഹംദുലില്ലാ പറയും. ഈ സന്തോഷത്തിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ ജപ്പാനിൽ ജാപ്പനീസ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ജാപ്പനീസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് JLPT എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതൊരു 5 ലെവലാണ്. 5th മുതൽ താഴോട്ടാണ് അതിൻ്റെ ബേസിക് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അറിവനുസരിച്ച് നമുക്ക് ഏതിലും പോയിട്ട് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ മാനുമോന് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് അവന് N3 ലെവലിൽ പാസ്സായിട്ടുണ്ട്. അന്ന് മുതൽ മുത്തുമോള് പറയുന്ന കാര്യമാണ് എനിക്കും വേണം എക്സാം എഴുതുക എന്നുള്ളത്. പക്ഷേ അവളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു വിഷമമുണ്ട്. കാരണം അവൾ 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. നമ്മളൊന്നും കൂടെ കയറ്റൂല. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമുക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തു. എക്സാമിന് നമ്മൾ അകത്തേക്ക് കയറ്റിയില്ലെങ്കിലും ഇൻവിജിലേറ്റേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. കാരണം അവളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയ കുട്ടി. ബാക്കിയുള്ളവരൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരൊക്കെ ആയിരുന്നു. ഇവരോട് ജാപ്പനീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വേറെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. മാഷാഅല്ലാഹ് രണ്ടുപേരും ജാപ്പനീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അറിയാം. അങ്ങനെ ഞാനും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാനുമോന് ഇത് ലിസണിങ് ലെവലിൽ ഫുൾ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്കുള്ള ഒറ്റൊരു കാര്യം എന്തായിരുന്നു, അവൻ്റെ പോലെ തന്നെ എനിക്കും ഫുള്ള് വാങ്ങണം, ലിസണിങ്ങിൽ ഫുൾ വാങ്ങണം എന്നായിരുന്നു. മാഷാഅല്ലാഹ് റിസൾട്ട് വന്നപ്പോൾ ലിസണിങ്ങിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് റിസൾട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇത് അറിഞ്ഞത്. അങ്ങനെ അവരെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വരുന്നവരെ വെയിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുമ്പോൾ എനിക്ക് വന്നത്. ഇപ്പച്ചി വന്നിട്ട് ഒരുമിച്ച് പറയാൻ വിചാരിച്ചിട്ട് വെച്ചതാ. സന്തോഷ വാർത്ത ഏറ്റവും കൂടുതൽ മുത്തൂക്കാണ്. പാസ്സായി. എന്ത് ലിസണിങ്ങിൽ ഫുള്ള് മാർക്ക് വാങ്ങി എന്നുള്ളതാണ് മുത്തുവിന്റെ ഒരു ഇതായിരുന്നു. എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസും പപ്സ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കേട്ടോ. ചെറിയ മാർക്ക് കൊണ്ട് ഫെയിൽ ആയെങ്കിലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. മാഷാഅല്ലാഹ് മക്കളുടെ ബുദ്ധിയും ആരോഗ്യമൊക്കെ അല്ലാഹു നല്ല നിർത്തി കൊടുക്കട്ടെ. ഇതിൽ കുഞ്ഞുനാളിൽ പഠിക്കുന്ന അത്ര എളുപ്പമല്ല നമുക്ക് ഇത്ര സമയം എടുത്തിട്ട് പഠിക്കുക എന്നുള്ളത്. എന്തായാലും അതിന് ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നും കൂടി ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതണം. അൽഹംദുലില്ലാ നിങ്ങൾക്ക് നല്ല ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.